സർ, നേപ്പാളിൽ സുശീല കർക്കി പ്രധാനമന്ത്രിയായിരിക്കുന്നു. സുശീല കർക്കി എന്ന് പറയുന്നത് നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. അവരൊരു മുൻ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അവിടെ നേപ്പാളിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് അവർ. അങ്ങനെ സുശീല കർക്കിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വനിത കൂടിയാണ് അവർ. ഈ ജെൻസി പ്രക്ഷോഭം നടത്തുന്ന ആളുകൾക്ക്, ഈ ജെൻസിയിലുള്ളവർക്ക് സുശീല കർക്കി ഒരു വിധം ഓക്കെ ആണെന്നും അറിയുന്നു. ചിലർക്ക് ഭിന്നാഭിപ്രായമുണ്ട്. അപ്പോൾ നേപ്പാളിൽ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഹിന്ദുത്വ വാഴ്ച രാജാവിനെ തിരികെ കൊണ്ടുവരണം, അങ്ങനെ ആവശ്യങ്ങൾ ഏറെയാണ്. അപ്പോൾ നേപ്പാളിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ, കാഠ്മണ്ഡു കത്തി അമരുന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ സാഹചര്യത്തിൽ ഇത്രയേറെ പ്രത്യേകതകളുള്ള സുശീല കർക്കി വനിതാ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുമ്പോൾ നേപ്പാളിലെ നിലവിലെ സാഹചര്യങ്ങളെ പിടിച്ചുകെട്ടാൻ സുശീല കർക്കിക്ക് സാധിക്കുമോ? ഒപ്പം സുശീല കർക്കി ഈ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതിനെ എങ്ങനെ വിലയിരുത്താം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ വളരെ ഒരുപാട് കാലമായിട്ട് തന്നെ പലവിധ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭരണ അസ്ഥിരത കാണിക്കുന്ന രാജ്യങ്ങളാണ്. പാകിസ്ഥാനിൽ അത് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. ചൈന ഇതിൽ നിന്നൊരു എക്സെപ്ഷൻ. പിന്നെ ശ്രീലങ്കയിലെ രാജപക്സെ അവിടെ തമിഴ് കലാപം, അതായത് LTTE കലാപം കാലത്തൊട്ട് ഒരുതരം വോളറ്റൈൽ സിറ്റുവേഷൻ ആയിരുന്നു. ലാസ്റ്റിൽ നമ്മൾ കാണുന്നത് ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശിൽ വിപ്ലവം ഉണ്ടായി കഴിഞ്ഞിട്ട് ജമാഅത്തെ ഇസ്ലാമി ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിനെ അട്ടിമറിച്ച്, അല്ലെങ്കിൽ അവരെ ഓടിച്ചു വിട്ടിട്ട് അവിടെ മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞ നോബൽ പ്രൈസ് വിന്നറെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട്, പ്രധാനമന്ത്രി എന്നല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ CEO ആയിട്ടാണ് അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പാവ പ്രധാനമന്ത്രിയായിട്ട്. അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇപ്പൊ അടുത്ത സമയത്താണ് നേപ്പാളില് ജെൻസി കലാപം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി നാടുവിട്ടുപോയി. അരാജകത്വം തുടരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് സുശീല കർക്കി ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചുകൊണ്ട് ഇന്നലെ ഉത്തരവ് വന്നത്. അവര് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുകയും പിന്നീട് ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലോ എടുക്കുകയും 2010 അവരുടെ നേപ്പാൾ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിട്ട് ജോയിൻ ചെയ്യുക ചെയ്ത ആളാണ്. അഴിമതിക്ക് എതിരെ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള, ജഡ്ജ്മെന്റുകൾ പാസ്സാക്കിയിട്ടുള്ള ഒരു ജഡ്ജാണ് സുശീല കർക്കി. അതിന്റെ പേരിൽ അവര് ഇംപീച്ച് ചെയ്യപ്പെടാൻ തുടങ്ങുകയും പിന്നീട് ഗവൺമെന്റ് ആ ഇംപീച്ച്മെന്റ് മൂവ്മെന്റ് തിരിച്ച് ഉപസംഹരിച്ചു, അതായത് തിരിച്ചു വിളിച്ചു. അവരെ ഇംപീച്ച് ചെയ്തില്ല, പിന്നെ അവർ റിട്ടയർ ചെയ്തു. അവര് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം 2 പുസ്തകങ്ങളാണ് മെയിനായിട്ട്. ന്യായ, പിന്നെ ഒന്ന് എന്താണ് കരാന്നോ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതില് ന്യായ എന്നുള്ളത് അവരുടെ ജുഡീഷ്യൽ അനുഭവങ്ങൾ വെച്ചിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. രണ്ടാമത്തേത് 1996 മറ്റോ ഈ അഴിമതിക്കെതിരെയും രാജഭരണത്തിനെതിരെയുമുള്ള സമരത്തിന് ഭാഗമായിട്ട് അവർ ജയിലിൽ പോകേണ്ടി വരികയും ജയിലിലുണ്ടായ അനുഭവങ്ങൾ വെച്ചെഴുതിയ ഒരു നോവലാണത്. അപ്പൊ ഇത്രയാണ് അവരുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. സുശീല കർക്കിയുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു കരുത്തുറ്റ സ്ത്രീയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവരുടെ ആ കരുത്ത് അവര് കൃത്യമായിട്ട് തെളിയിച്ചു. അതായത് ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട്
സ്ഥാനം ഏറ്റെടുത്ത ഉടൻ തന്നെ നേപ്പാളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതായത് വാൻഡലിസം അവസാനിപ്പിക്കണം. അവർക്ക് ജുഡീഷ്യൽ സർവീസിലിരുന്നുള്ള അനുഭവം, പിന്നീട് എക്സ്പോഷർ, ഈ പറയുന്ന അവരൊരു ആധുനിക കാലവുമായിട്ട് വളരെയധികം എക്സ്പോസ്ഡ് ആയതുകൊണ്ട്, മാത്രമല്ല തൊട്ടു മുമ്പ് ബംഗാളിൽ കണ്ട കാഴ്ചകൾ, മുഹമ്മദ് യൂനൂസ് അവിടെ ഭരണത്തിൽ വന്നിട്ടും അവിടുത്തെ അന്തഛിദ്രങ്ങൾക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭവനം വരെ ആക്രമിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി, അതായത് ജനാധിപത്യത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ആ രാഷ്ട്രം മടങ്ങിപ്പോയതല്ല, അതിലേക്ക് മതം വലിച്ചെടുത്തു ആ രാഷ്ട്രത്തെ. അതാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അപ്പൊ ഇത്തരം എലമെന്റുകൾ ജനാധിപത്യത്തിനെ കൊലയ്ക്ക് കൊടുക്കാനും വെല്ലുവിളിക്കാനും തയ്യാറാകുന്ന എലമെന്റുകൾ കയറി പ്രവർത്തിക്കുന്നത് ബംഗ്ലാദേശിന്റെ പശ്ചാത്തലത്തിൽ സുശീല കർക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വളരെയധികം റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് നേപ്പാള്. ടൂറിസം ആയാലും ഖനിജങ്ങളുടെ കാര്യത്തിലായാലും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലൊക്കെ ആയാലും പോലും വളരെയധികം വ്യത്യസ്തതയുള്ള നേപ്പാൾ പോലെയുള്ള ഒരു രാജ്യത്ത് ഇനിയും ഒരു അരാജകത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവരുടെ ആ വ്യക്തി വൈശിഷ്ട്യത്തെയാണ് നമ്മൾ കാണേണ്ടതിൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ് അവരിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നേട്ടം. കാരണം അടിയന്തരാവസ്ഥയുടെ ഒരു ഫോഴ്സ്, ഇരുമ്പ് മറയ്ക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള കലാപശ്രമങ്ങളെ അമർത്താനും പിന്നീട് എന്തെങ്കിലും സാർത്ഥകമായ ചർച്ചയ്ക്ക് വഴി തുറക്കാനും കഴിയുകയുള്ളൂ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതവരുടെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനാധിപത്യം ദ്രവിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജാധിപത്യം ദ്രവിച്ചു കഴിഞ്ഞിട്ടാണ് ലോകത്തെമ്പാടും ജനാധിപത്യം വന്നത്. ആ ജനാധിപത്യം ദ്രവിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ നമ്മൾ ഇന്ത്യയിലും അത് കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ജനാധിപത്യത്തിന് വലിയ ക്ഷതങ്ങളൊക്കെ ഏൽക്കുകയും അവര് ഒരേ സമയം തന്നെ ഇന്ദിരാഗാന്ധി 2 റോളും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കി. അതൊക്കെ പാളിപ്പോയി എന്നുള്ളത് ഇന്ത്യയുടെ അതിവിപുലമായ വിശാലമായ ജനാധിപത്യ സ്വഭാവം കൊണ്ട് പറ്റിപ്പോയതാണ്. അപ്പം നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നേപ്പാൾ രാജഭരണത്തിൽ നിന്നും വന്നു. അത് കഴിഞ്ഞിട്ട് നേപ്പാളി കോൺഗ്രസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടി വരുന്നു. പിന്നെ ചൈനയുടെ പിന്തുണയോടുകൂടി മാവോവാദികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരണത്തിൽ വന്നു. ഇവരെല്ലാം കൂടി കൂപ്പുകുത്തിയത് അഴിമതിയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കുമാണ്. അതിന്റെ അനന്തരഫലമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഔട്ട്ബസ്റ്റ് ആയിട്ടാണ് ജൻസിയുടെ സമരങ്ങള് തെരുവിലേക്ക് എത്തിയത്. അപ്പം സുശീല കാർക്കി അതിനെ ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അതെടുക്കേണ്ടത്. അതുപോലെ തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വളരെ ഉചിതമായ ഒരു കാര്യമായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളുമായിട്ട് ഇന്ത്യക്ക് അതിർത്തികളുണ്ട്. ഈ അതിർത്തികളിൽ കൂടെയുള്ള ഇൻഫിൽട്രേഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതകൾ അത് സുശീല കാർക്കി അവിടെ തടഞ്ഞിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയുള്ള ഒരു രാജ്യത്ത് നിന്ന് വളരെയധികം സർവൈലൻസ് ഉണ്ടാകും, അതിർത്തികളിൽ പ്രത്യേകിച്ച്. അപ്പൊ അത്രയും സർവൈലൻസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാരം ഒരു പരിധിവരെ കുറച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരെ മാത്രം നമുക്കിനി നോക്കിയാൽ മതി. അവിടെ ഇവര് നമ്മളുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചാലും അവരുടെ മിലിറ്ററിയും അവരുടെ സർവൈലൻസ് നിരീക്ഷണ സംവിധാനങ്ങളും അവരെയൊക്കെ പരിശോധിക്കും. അപ്പം അതിൽ നിന്നും വേറൊരു കാര്യം കൂടെ ഒരു സൂചന ഉണ്ടാകുന്നുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സുകൾക്ക് അവിടെ അവർ യാതൊരു സ്ഥാനവും അവിടെ കൊടുക്കില്ല എന്നുള്ള ഒരു വളരെ കരുത്തുറ്റ ഒരു നിലപാടാണ് സുശീല കാർക്കി അവിടെ സ്വീകരിച്ചായിട്ട് കാണുന്നത്. അത്തരം ശക്തമായൊരു തീരുമാനം
അതായത് മുഹമ്മദ് യൂനുസിന് എടുക്കാൻ കഴിയാതിരുന്ന ഒരു ശക്തമായ സമീപനവും നീക്കവുമാണ് സുശീല കാർക്കി നേപ്പാളിൽ ചെയ്തത്. ഇതിന് മറ്റ് ചില ഇമ്പാക്റ്റുകൾ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റു ചില സൂചനകൾ കൂടി ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം. അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് എല്ലാ കാലത്തും ഒരു എന്താണ് അഗ്നിപർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന അവസ്ഥയിലാണ് ടിബറ്റ്. ടിബറ്റില് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ചൈന പുറത്തു പറയില്ല. അപ്പൊ ടിബറ്റില് ഒരു വിപ്ലവമോ അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് കൂടി ഉള്ള ഒരു സൂചന, അതായത് വാൻഡലിസം, അല്ലെങ്കിൽ ഇപ്പോൾ ടിബറ്റിന് ഇവിടെ ഈ പറയുന്നത് പോലെ അവസ്ഥയുണ്ടോ, ടിബറ്റിന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ലോകത്തിനൊന്നും അറിയില്ല. ടിബറ്റില് അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അവിടെ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട അനവധി പ്രശ്നങ്ങളുണ്ട്. ദലൈലാമ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ദലൈലാമ പ്രഖ്യാപിച്ച പുതിയ ദലൈലാമയെ ചൈന അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ അവിടുത്തെ ജനതയിൽ എന്ത് റിയാക്ഷൻസ് ഉണ്ടാക്കും എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. കാരണം ചൈനയുടെ ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് ഇപ്പോൾ ടിബറ്റ് ഉള്ളത്. അപ്പൊ പക്ഷേ നേപ്പാൾ നൽകുന്ന ഒരു സൂചന എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വയലൻസിലേക്കോ വാൻഡലിസത്തിലേക്കോ പോയി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതായത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാള് കൈവിട്ടു പോകാതെ ഇരിക്കുന്ന ഒരു രാജ്യസ്നേഹിയായ ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം.